ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നും ഒരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ കുറേ നാളായില്ലേ അപ്പോൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഈ കമ്മൽ മാറ്റിയിട്ടുണ്ട്, ഈ ഒരു റെഡ് ലവ് ഹാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ടാണ് കേട്ടോ വിളിക്കണേ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടത് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടത്, ഈ ഒരു ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടീഷർട്ടാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു ആനിമി ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു എവളായുടെ. അതിൻ്റെ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് സ്കിൻ കെയർ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. മോയ്സ്ചറൈസറും പിന്നെ ലിപ് ബാമും. പിന്നെ ഞാൻ മോയ്സ്ചറൈസറൊന്നും ഇതൊക്കെ ഞാനൊന്നും ഇപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ വീടെടുക്കണ കാരണം കൊണ്ട് വിചാരിച്ചു ഇന്ന് സ്കിൻ കെയർ ചെയ്യാൻ. ഇടയ്ക്ക് കേട്ടോ, എല്ലാ ദിവസവും ചെയ്യാറൊന്നുമില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്യും, അങ്ങനെ തന്നെ. അപ്പോൾ ഇന്നൊരു വീടെടുക്കണ ദിവസമായ കാരണം കൊണ്ടും പിന്നെ ഇന്ന് സൺഡേ ആയ കാരണം ടൈം കിട്ടി, അപ്പം ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബൈ ദ വേ ഇന്ന് സൺഡേ ആയിരുന്നു, അതായത് ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ്. ഇന്ന് ട്യൂസ്ഡേ ആണ്. പിന്നെ എനിക്ക് സ്കൂളില്ല കേട്ടോ. പിന്നെ നാളെയാണ്, അതായത് ഏപ്രിൽ 1 തീയതിയാണ് എൻ്റെ ആനുവൽ ഡേ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നാളെയും കൂടി, ഇന്നാണെങ്കിൽ ഇന്ന് മുടക്കാണ്ടോ ഇത്. അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ വെക്കേഷനാണ്, പക്ഷേ സ്കൂളിൽ പോകണം പ്രാക്ടീസിന്, അത്രേ ഉള്ളൂ. അപ്പോഴാണെങ്കിൽ ആനുവൽ ഡേ നാളെയാണ്. അപ്പോൾ ഇന്ന് മുടക്കാൻ കേട്ടോ. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു, അതായത് കുറച്ച് ദിവസം തൊട്ട് ക്ലാസ് ഉണ്ട്, അതായത് ആനുവൽ ഡേയുടെ പ്രാക്ടീസ് ഉള്ള കാരണം കൊണ്ട് ഇനിയിപ്പോൾ വെക്കേഷൻ വരാൻ തുടങ്ങുകയാണ്. അതായത് നാളെ കൂടി കഴിഞ്ഞ വെക്കേഷൻ. ഇന്നും മുടക്കായ കാരണം കൊണ്ട് വലിയ പണിയൊന്നും ഇല്ല ചെയ്യാൻ. പിന്നെ ഡാൻസൊക്കെ സ്കൂളിൽ തന്നെ പഠിച്ച കാരണം കൊണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഇത് നിവ്യയുടെ ഒരു ലിപ് ബാമും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ഓയിലായിരുന്നു കേട്ടോ ലിപ്പ് ബാം തേക്കുക. ഇപ്പം ഞാൻ നിവ്യയുടെ ഒരു ലിപ് ബാമാണ്, ഇത് ഞാൻ ഇടയ്ക്ക് തേക്കാറുള്ളൂ. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതൊന്നും ഞാൻ എപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് സൺഡേ കാരണം കൊണ്ട് ഒരു സ്കിൻ കെയറും ചെയ്തു. അപ്പോൾ സിമ്പിളായിട്ടുള്ളൂ, അങ്ങനെ ജസ്റ്റ് ഒന്ന് വേറെ എന്തൊന്നും മുഖത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടുള്ളൂ. പിന്നെ ഹെയർ ഞാൻ ഇതുപോലത്തെ ഒരു ബണ്ണാണ് കിട്ടിയത്. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഫുഡ് എന്ന് പറയുന്നത് ചെറുപയറും പിന്നെ ചോറും പിന്നെ ഉള്ളി ചമ്മന്തിയാണ്. അപ്പോൾ അതും കഴിക്കാനിട്ട് ഞാൻ ഇന്ന് നൈറ്റത്തെ ഫുഡ് ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ TV കാണാൻ കേട്ടോ. ഞാൻ ഈ ഒരു ഫിലിമാണ് കാണുന്നത്. ഇതേതൊന്നും മനസ്സിലായോ ഗൈസ്? അപ്പോൾ മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫിലിമാണ്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു, അപ്പോൾ അത് കണ്ടതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സിനിമ കാണാൻ പോവാണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ തന്നെ എടുക്കൂട്ട. എന്നെ തന്നെ എടുക്കുന്ന എന്തിനാണ് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കിടന്നുറങ്ങും. ഞാൻ വേഗം കിടന്നുറങ്ങും, അതുകൊണ്ട് തന്നെ എടുക്കും. സിനിമ കാണാൻ പോകണേ, പക്ഷെ ഞാൻ ഇടയ്ക്ക് വേഗം കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പം അതിന് വേണ്ടി ഞാൻ തന്നെ എടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് കയറിയിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ എൻ്റെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ അറിയില്ല നിങ്ങൾക്ക് ഇത് എന്താണെന്ന്. ഇത് ഹോം തിയേറ്ററാണ്, അച്ഛൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ മിക്കതും സിനിമ കാണാറ്. ഞങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് കുറവാണ്. ഞങ്ങൾ ഇവിടെയാണ് ഇന്ന് സിനിമ കാണാറ് കേട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റ് ആകുമ്പോൾ ഞങ്ങൾ വിചാരിച്ച സിനിമ കാണാമെന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നതാണ്. ഞാനും അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും കസിൻസ് എല്ലാവരും കൂടി ആയിട്ട് കാണാം. ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും ചേട്ടൻ്റെ ഈ ഒരു ഫ്രണ്ട് സീറ്റ് ഇരിക്കുകയാണ്. അമ്മയും അച്ഛനാണ് ബാക്കി ഇരിക്കാറ്. എനിക്ക് ഇവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ സിനിമ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തൊരു ക്ലിപ്പാണിത്.